യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഉയർത്തെഴുന്നേറ്റ യേശു ചോദിക്കുന്ന ആദ്യ ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? ഈ ചോദ്യം കർത്താവ് ചോദിക്കുന്നത് മഗ്ദലന മറിയത്തോടാണ്. തൻ്റെ ശവകുടീരത്തിൽ കാവൽ നിൽക്കുന്നത് പോലെ തന്നെ കാത്തു കിടക്കുന്ന മറിയം മഗ്ദലനയോടാണ് കർത്താവ് ഈ ചോദ്യം ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ആരായിരുന്നു ഈ മറിയം മഗ്ദലന? ഒട്ടേറെ പാരമ്പര്യങ്ങൾ അവളെക്കുറിച്ചുണ്ട്. ഒരുപക്ഷെ അവളിൽ നിന്നാണ് 7 പിശാചുക്കളെ കർത്താവ് പുറത്താക്കിയത്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ മൾട്ടിപ്പിളായ ഒരു പേഴ്സണാലിറ്റിയുടെ ഉടമയായിരുന്നു മറിയം മഗ്ദലന. ചിലത് കരുതും, ചിലത് ചെയ്യും. ചെയ്യുന്നതും കരുതുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതെ വളരെ മോശപ്പെട്ട വിധത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു മറിയം മഗ്ദലന. ഇനിയും ചില പാരമ്പര്യങ്ങളിൽ പറയുന്നത് അവൾ വേശ്യാവൃത്തി കൊണ്ടു നടക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ആ പാരമ്പര്യമാണ് ഏറെ ശ്രദ്ധേയമായി പ്രസംഗിക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതും. വളരെ പാപകരമായൊരു ജീവിതം നയിക്കുന്ന പെൺകുട്ടി. അവൾ ഗലീലയിലെ മഗ്ദലന എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നവളാണ്. ചില ദേശങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, വളരെ പോപ്പുലർ ആകുന്നത് ചില വ്യക്തികൾ അവിടെ ജനിച്ചു എന്നുള്ളത് കൊണ്ടും സുഗന്ധം പരത്തുന്ന ജീവിതം അവർ നയിച്ചു എന്നുള്ളത് കൊണ്ടുമാണ്. മഗ്ദലന എന്ന് പറയുന്ന ദേശത്തിൻ്റെ നാമം തകർക്കപ്പെടാനുള്ള ഒരു കാരണം മറിയത്തെ പോലുള്ളൊരു പെൺകുട്ടി അവിടെ ജീവിച്ചു പോയി എന്നുള്ളതാണ്. ധാരാളം പുരുഷന്മാർ അവളെ തേടി സുഖത്തിനു വേണ്ടി ആസക്തികളുമായി കടന്നു ചെല്ലുമായിരുന്നു. ഇവളെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ ഹോസെ സരമാഗു എന്ന് പറയുന്ന ഒരു സ്പാനിഷ് ഓതർ ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ ഇവളെക്കുറിച്ചുള്ള ഒരു ചിത്രീകരണമുണ്ട്. ചിത്രീകരണം ഏതാണ്ട് ഇങ്ങനെയാണ്: ഒരിക്കൽ ഒരു നല്ല സായാഹ്നത്തിൽ യേശു യാത്രയാവുകയാണ്. പാപികളെ തേടിയും ചുങ്കക്കാരെ തേടിയും ഇറങ്ങുന്നതിനിടയിൽ ഇതാ മഗ്ദലന ദേശത്തിലെ മറിയത്തെ തേടിയും യേശു യാത്രയാകുന്നു. അവൾ ജീവിക്കുന്നത് ഒരു കൊച്ചു വീട്ടിലാണ്. ചുറ്റുവട്ടത്തും ധാരാളം ചെറുപ്പക്കാർ അവരുടെ ഊഴം കാത്ത് നിൽക്കുന്നുണ്ട്. യേശു 32കാരനായ യേശു അവളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഉടനെ തന്നെ വിളിച്ചു മറിയം. അവളുടെ പേര് വിളിച്ചു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49:16 ബൈബിൾ പറയും, തൻ്റെ ആടുകളെ ഇടയൻ പേര് ചൊല്ലി വിളിക്കുന്നുവെന്ന്. അന്നേ വരെ ആരും അവളെ പേര് ചൊല്ലി വിളിച്ചിട്ടില്ല, ആ വിധത്തിൽ കടന്നു ചെന്നിട്ടുമില്ല. എന്നാൽ ഇതാ യേശു ചെന്ന് മറിയം എന്ന് വിളിച്ചു. മറിയം എന്ന് വിളിച്ച ഉടനെ തന്നെ പാപകരമായ അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന അവൾ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ഇതാ വിടർന്ന കണ്ണുകളുമായി ഒരു പുരുഷൻ തന്നെ കാത്തു നിൽക്കുന്നു. അവൻ്റെ കണ്ണുകളിലേക്ക് മറിയം തുറിച്ചു നോക്കിയപ്പോൾ ആ കണ്ണുകൾ ഒരുപാട് കാര്യങ്ങൾ അവളോട് സംസാരിക്കുന്നതായി മറിയത്തിന് മനസ്സിലായി. സഹോദരങ്ങളെ, ശരീരത്തിൻ്റെ വിളക്കാണല്ലോ കണ്ണ്. ഒരു നോട്ടം ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു വ്യക്തിയോട് സംസാരിക്കാൻ കഴിഞ്ഞേക്കും. യേശുവിൻ്റെ കണ്ണുകൾ അവളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇതാ അവൾ ഇങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങി: ഇത്രയും കാലം ഈ കുടിലിൽ, ഈ വീട്ടിൽ എന്നെ ചെറുപ്പക്കാർ തേടി വന്നത് അവരുടെ ശരീരത്തിനും അവരുടെ സുഖത്തിനും വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് സായാഹ്നത്തിൽ യേശു എന്ന് പറയുന്നൊരു വ്യക്തി എന്നെ തേടി വന്നിരിക്കുന്നത് നിഷ്കളങ്കമായ സ്നേഹവുമായിട്ടാണ്, നിഷ്കപടവുമായ സ്നേഹവുമായിട്ടാണ്, അലൈംഗികമായ സ്നേഹവുമായിട്ടാണ്. ഇതാ എന്നെ സ്നേഹിക്കാൻ എനിക്ക് വേണ്ടി ഒരു പുരുഷൻ വന്നിരിക്കുന്നു, എനിക്ക് വേണ്ടി എന്നെ മനസ്സിലാക്കാൻ ഒരു പുരുഷൻ വന്നിരിക്കുന്നു. സഹോദരങ്ങളെ, അവളെ കാത്തു നിന്ന എല്ലാ പുരുഷന്മാരെയും മാറ്റി നിർത്തിക്കൊണ്ട് യേശു എന്നുള്ള മഹാപുരുഷൻ്റെ പിന്നാലെ അവൾ യാത്ര തുടരുകയാണ്. അന്നു മുതൽ ജീവിതത്തിൻ്റെ അവസാനം വരെയും മറിയം മഗ്ദലന എന്ന് പറയുന്ന പെൺകുട്ടി അവളുടെ ജീവിതം യേശുവിനായി അർപ്പിക്കുകയാണ്. വില കൂടിയ സ്നേഹം ഒരു വ്യക്തി എന്ന് തിരിച്ചറിയുന്നുവോ അന്ന്
അവൻ അല്ലെങ്കിൽ അവൾ വില കുറഞ്ഞ സ്നേഹങ്ങൾ എല്ലാ കാലത്തേക്കുമായി ഉപേക്ഷിക്കുന്നു. വില കുറഞ്ഞ സ്നേഹങ്ങളുടെ പിന്നാലെയായിരുന്നു മഗ്ദലന എന്ന് പറയുന്ന മറിയം എന്ന് പറയുന്ന പെൺകുട്ടി യാത്രയായത്. എന്നാൽ യേശുവിൻ്റെ വലിയ സ്നേഹം, അസ്തമിക്കാത്ത സ്നേഹം, ഒരിക്കലും നിലയ്ക്കാത്ത സ്നേഹം, അത് തിരിച്ചറിഞ്ഞ കഴിഞ്ഞ മാത്രയിൽ മറ്റെല്ലാ സ്നേഹങ്ങളും മറ്റെല്ലാ പ്രേമങ്ങളും അവൾ മാറ്റിവെച്ച് യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാം അവൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നുവെന്ന്. കുരിശിൻ്റെ താഴെ മറിയം മഗ്ദലന ഉണ്ടായിരുന്നു. ഇതാ യേശുവിനെ പ്രതീക്ഷിച്ച് കുരിശ് യാത്രയിൽ ഉടനീളം മറിയം മഗ്ദലന ഒരു യാത്ര എന്നോണം, ഇതാ ഒരു സഹയാത്രിക എന്നോണം കുരിശിൻ്റെ പിന്നാലെ അവളും അമ്മ മറിയത്തോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. യേശുവിനെ അടക്കം ചെയ്തതിന് ശേഷവും ഇതാ എല്ലാ ദിവസവും സുഗന്ധ തൈലവുമായി ഇതാ അവൾ പോകുമായിരുന്നു ഈ ശവകുടീരത്തിൽ. എല്ലാ സമയത്തും അവൾ അവളുടെ ജീവിതം, നഷ്ടപ്പെട്ട ജീവിതം വീണ്ടെടുത്ത് കൊടുത്ത യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ്. ഒരു പാരമ്പര്യത്തിൽ, മനോഹരമായൊരു പാരമ്പര്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇവൾ യേശുവിൻ്റെ മരണശേഷം, യേശുവിൻ്റെ പുനരുത്ഥാനം കണ്ടതിന് ശേഷം ഇവൾ പോയി ഒരു സന്യാസ സമൂഹത്തിൽ ചേർന്നു. ഒരു സന്യാസിനിയായി ജീവിക്കാൻ തുടങ്ങി. കാരണം യഥാർത്ഥത്തിലുള്ള സ്നേഹം തിരിച്ചറിഞ്ഞവൾ വില കുറഞ്ഞ സ്നേഹത്തിൻ്റെ പിന്നാലെ പോകില്ല. അതുകൊണ്ട് യഥാർത്ഥ പ്രാണനാഥനെ ചേർത്തു പിടിക്കാൻ സഹോദരങ്ങളെ അവൾ സന്യാസ സമൂഹത്തിൽ ചേർന്നു. അവൾ മരിച്ചതെന്നാണെന്നോ? അവൾ ഈസ്റ്ററിൻ്റെ ദിവസം മരിച്ചു. ഈസ്റ്ററിൻ്റെ ദിവസം മരിച്ചതിന് ശേഷം ആ ദേശത്ത് മുഴുവൻ 7 ദിവസത്തേക്ക് സുഗന്ധദ്രവ്യത്തിൻ്റെ ഗന്ധമായിരുന്നു എന്നാണ് ഒരു പാരമ്പര്യത്തിൽ പറയുന്നത്. സഹോദരങ്ങളെ ഓർക്കണം, അശുദ്ധിയുടെ ഗന്ധം പരത്തിക്കൊണ്ടിരുന്ന മഗ്ദലന എന്ന് പറയുന്ന ദേശത്ത് നിന്നും വിളിക്കപ്പെട്ടവൾ യേശുവെന്ന വലിയൊരു വ്യക്തിയുടെ, യേശുവെന്ന ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാ അവൾ അനുഗ്രഹത്തിൻ്റെ ഗന്ധം പുറപ്പെടുവിക്കുന്ന, സുഗന്ധം പുറപ്പെടുവിക്കുന്ന അനുഗ്രഹീതയായ പെൺകുട്ടിയായി വഴിമാറി. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എന്തോ അന്വേഷിച്ച് കരയുന്നുണ്ട്. ഞാനും നിങ്ങളും എന്തോ അന്വേഷിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും അന്വേഷിച്ച് കരയുന്നുമുണ്ട്. എന്തിനു വേണ്ടിയാണ് ഉള്ള അന്വേഷണമാണ് ഞാനും നിങ്ങളും നടത്തുന്നത്? ആരെ തേടിയാണ് ഞാനും നിങ്ങളും ഓടി അലയുന്നത്? ചിന്തകനായ ബ്ലെയ്സ് പസ്കാൽ എന്ന് പറയുന്ന മനുഷ്യൻ പറയും, എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ദൈവത്തിന് മാത്രം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു ശൂന്യത സൃഷ്ടിയിലെ ദൈവം നൽകിയിട്ടുണ്ട്. ഇതാ സൃഷ്ടിയിലെ ദൈവത്തിന് മാത്രം പൂർത്തിയാക്കാൻ കഴിവുള്ള ഒരു ശൂന്യത ദൈവം നൽകിയിട്ടുണ്ട്. സൃഷ്ടവസ്തുക്കൾ കൊണ്ടൊന്നും ഈ വാക്വം, ഈ ശൂന്യത പൂർത്തിയാക്കുവാൻ കഴിയുകയില്ല. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമായിരിക്കണം, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്, ഒരുപാട് സഹോദരങ്ങൾ ഇതാ അശുദ്ധിയുടെ പിന്നാലെ പോകുന്നു. ഒരുപാട് മൂവീസിൻ്റെ പിന്നാലെ പോകുന്നു. ഒരുപാട് പുതിയ തരം മ്യൂസിക്കുകളുടെ പിന്നാലെ പോകുന്നു. ഒരുപാട് ഡാൻസുകളുടെ പിന്നാലെ പോകുന്നു. ഒരു പക്ഷേ ഇതെല്ലാം നല്ലതാണ്. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം. പക്ഷേ ഒരു പരിധിയുമില്ലാതെ എന്തിനോ വേണ്ടിയുള്ള ഓട്ടത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നത് സഹോദരങ്ങളെ ഒരു സൂചനയാണ്, ഒരടയാളമാണ്. എന്താണ് ഇതിൻ്റെ അടയാളം? അവർ തേടുന്നത് സത്യത്തിൽ മൂവികളല്ല, അവർ അന്വേഷിക്കുന്ന ഡാൻസ് അല്ല, അവർ അന്വേഷിക്കുന്നത് ലോകത്തിൻ്റെതായ പ്രത്യേകമായ മ്യൂസിക്കുകളുമല്ല. അവർ അന്വേഷിക്കുന്നത് സത്യത്തിൽ യേശുവിനെയാണ്. യേശുവിനെ തേടുവോളം, യേശുവിനെ കൈക്കൊള്ളുവോളം ഒരു മനുഷ്യൻ അവരുടെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കും. ലോകത്തിലെ ഒരു വസ്തുക്കൾ കൊണ്ടും അവൻ്റെയോ അവളുടെയോ ഈ ശൂന്യത പൂർത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ചിലരെങ്കിലും പറയാറുള്ളത്, ഒന്നുമില്ലാതിരുന്ന കാലത്ത് വലിയ സന്തോഷമായിരുന്നു, എന്നാൽ ഇന്ന് എല്ലാം ഉണ്ട്, പക്ഷെ സന്തോഷമില്ല, ആനന്ദമില്ല. എവിടെ പോയി സഹോദരങ്ങളെ നമ്മുടെ സന്തോഷം? ആരപഹരിച്ചു കൊണ്ടുപോയി നമ്മുടെ കുടുംബത്തിലെ ആനന്ദം? ആര് കൊണ്ടുപോയി, ആര് നശിപ്പിച്ചു കളഞ്ഞു നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട ആനന്ദം? നിക്ഷേപിക്കപ്പെട്ട ആനന്ദം നമുക്ക് കൈമോശം വന്നത് നമ്മുടെ ജീവിതയാത്രക്കിടയിൽ യേശു നമുക്ക് കൈമോശം വന്നു പോയതുകൊണ്ടാണ്.
ക്രിസ്തു എപ്പോൾ നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്നുവോ അപ്പോൾ നമ്മളിലെ ആനന്ദത്തിൻ്റെ തിരി, സന്തോഷത്തിൻ്റെ തിരി എല്ലാ കാലത്തേക്കുമായി കെട്ടുപോകും. കാരണം യഥാർത്ഥത്തിലുള്ള ആനന്ദം, യഥാർത്ഥത്തിലുള്ള സന്തോഷം നൽകാൻ നമ്മുടെ കർത്താവിനെ കഴിയൂ എന്നുള്ളത് കൊണ്ട് തന്നെ. ഇതാ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വിശുദ്ധനും ഏറ്റവും അനുഗ്രഹീതനുമായ പുണ്യാത്മാവായി അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ഇതാ സെയിൻറ്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന വിശുദ്ധാത്മാവ്, വിശുദ്ധ അഗസ്റ്റീനോസ്. അദ്ദേഹം നല്ല ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നു, ഉന്നതമായ പാണ്ഡിത്യമുള്ള മനുഷ്യൻ. ഒരുപാട് അദ്ദേഹം പഠിച്ചു. ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അദ്ദേഹം യാത്രയാവുകയാണ്. എന്തിനാണെന്നറിയാവോ? പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ. ഉന്നതരായ ഗ്രീക്ക് ചിന്തകരായ പ്ലേറ്റോ എന്ന് പറയുന്ന വലിയ ചിന്തകൻ്റെ പഠനങ്ങൾ അദ്ദേഹം തൻ്റെ പാഠ്യ വിഷയമാക്കുന്നു. പ്ലേറ്റോയെ പിന്തുടർന്ന മറ്റ് ചിന്തകന്മാരെ അദ്ദേഹം പിന്തുടരുന്നു. പിന്നെ മനിക്കേയൻ എന്ന് പറയുന്ന ചിന്തകളുമായി അദ്ദേഹം പോകുന്നു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചിന്താധാരകളിലൂടെ, ഒരുപാട് ഫിലോസഫികളിലൂടെ ആ മനുഷ്യൻ കടന്നുപോയി. സഹോദരങ്ങളെ, ഇത്രയൊക്കെ അദ്ദേഹം കടന്നു പോയിട്ടും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരാശ്വാസമോ സന്തോഷമോ ഇദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിയുന്നില്ല. അഗസ്റ്റിൻ അറിയാമായിരുന്നു, ഞാൻ എന്തോ അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ അത് കണ്ടെത്തുന്നില്ല. ഞാൻ എന്തോ തേടുന്നുണ്ട്, പക്ഷേ എനിക്ക് ആനന്ദം കണ്ടെത്താൻ കഴിയുന്നില്ല. അഗസ്റ്റിൻ ഒരുപാട് നിലവിളിക്കുമായിരുന്നു, ഒരുപാട് കരയുമായിരുന്നു. എന്തുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ ഉള്ള് ഇത്ര കണ്ട് ശൂന്യമായിരിക്കുന്നുവെന്ന്. അങ്ങനെ ഇരിക്കുകയാണ് അവന് തോന്നുന്നത്, ഒരു പക്ഷേ ശരീരത്തിൻ്റെ ഇച്ഛകളെ, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ സംതൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം കിട്ടുമെന്ന്. അങ്ങനെ അവൻ ശരീരത്തിൻ്റെ ഇച്ഛകളെ പൂർത്തിയാക്കാൻ ഏറ്റവും ക്ലേശകരമായ ചെയ്തികളിലേക്ക് അവൻ്റെ അനുഗ്രഹീതമായ യൗവനകാലം ചെലവഴിച്ചു. പക്ഷേ അതും അവന് സന്തോഷം കൊടുത്തില്ല, ഒരാനന്ദവും അവന് കൊടുത്തില്ല. കാരണം ഓരോ ദിവസവും പാപകരമായ ജീവിതം കഴിഞ്ഞ് രാത്രിയിൽ അവൻ മടങ്ങി വന്ന് കിടന്നുറങ്ങുമ്പോൾ എന്തെന്നില്ലാത്തൊരു ശൂന്യത അവനെ വേട്ടയാടുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം അവൻ നോക്കുമ്പോൾ അവൻ്റെ സമീപത്ത് ആരോ കൊണ്ടുവന്നൊരു ബൈബിൾ ഇട്ടിരിക്കുന്നു. ബൈബിൾ അവൻ തുറന്നു നോക്കിയപ്പോൾ അവൻ കാണുന്നത് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം 13-14 തിരുവചനങ്ങളാണ്. വചനം ഇങ്ങനെയാണ് പറയുന്നത്: സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ നിങ്ങൾ അധപതിക്കരുത്, മറിച്ച് ക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കുക. ക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കുമെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. സഹോദരങ്ങളെ, ഈ വചനം കേട്ട മാത്രയിൽ എന്തെന്നില്ലാത്ത വിധത്തിലുള്ള സന്തോഷവും ആനന്ദവും ഇവൻ്റെ ഉള്ളിൽ അലതല്ലുവാൻ തുടങ്ങി. ഇവൻ ചുറ്റുവട്ടത്തേക്ക് നോക്കി. ചുറ്റുവട്ടം നോക്കുമ്പോൾ ഇവനെപ്പോലെ പാണ്ഡിത്യമില്ലാത്ത മനുഷ്യരുണ്ട്, ഇവനെപ്പോലെ സിദ്ധികളില്ലാത്ത മനുഷ്യരുണ്ട്, ഇവനെപ്പോലെ വായനാശീലമില്ലാത്ത മനുഷ്യരുണ്ട്. അവരൊക്കെയും എന്തെന്നില്ലാത്ത വിധത്തിൽ ആനന്ദിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നേരത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും, എല്ലാ സാധന സാമഗ്രികൾ ഉണ്ടായിരുന്നിട്ടും ആനന്ദം കിട്ടാത്തതിൻ്റെ കാരണം ക്രിസ്തുവിനെ ധരിക്കാത്തതാണ് എന്ന് അന്ന് വൈകുന്നേരം സഹോദരങ്ങളെ അഗസ്റ്റിൻ തിരിച്ചറിയുകയാണ്. അവൻ അന്ന് മുതൽ എഴുത്തു തുടങ്ങി. ലോകം മുഴുവനോടുമായി അവൻ വിളിച്ചു പറഞ്ഞു. തൻ്റെ കുമ്പസാരം കൺഫെഷൻസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അവൻ എഴുതി, സത്യത്തിൽ ഞാൻ തേടുന്നത് എൻ്റെ ദൈവത്തെയായിരുന്നു, ഞാൻ തേടി നടന്നത് ഈ ദൈവത്തെ അന്വേഷിച്ചായിരുന്നു, എൻ്റെ ഉള്ള് പിടഞ്ഞുകൊണ്ടിരുന്നത്, നിലവിളിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ദൈവത്തിന് വേണ്ടിയായിരുന്നു. ഓ ദൈവമേ, അഗസ്റ്റിൻ എഴുതുകയാണ്, ഓ ദൈവമേ, അങ്ങയിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. ഓ മൈ ഗോഡ്, മൈ ഹാർട്ട് ഈസ് റെസ്റ്റ്ലെസ് അൻറ്റിൽ ഇറ്റ് റീച്ചസ് യു. ദൈവമേ, നിന്നിലെത്തുവോളം എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. സഹോദരങ്ങളെ, കർത്താവിൽ എത്തുവോളം അസ്വസ്ഥമാകുന്ന ഒരു മനസ്സാണ് എൻ്റെയും നിങ്ങളുടേതും. എന്തുകൊണ്ടാണ് കർത്താവിൽ എത്തുവോളം നമ്മളുടെ മനസ്സ് അസ്വസ്ഥമാകുന്നത്? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. സൃഷ്ടിയുടെ ആരംഭത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ജീവിയാണ്, ഒരു സമൂഹമാണ് മനുഷ്യ സമൂഹം എന്നുള്ളത്. മനുഷ്യ സമൂഹത്തിന് ആത്യന്തികമായ സമാധാനവും സന്തോഷവും കിട്ടണമെങ്കിൽ ഇതാ സൃഷ്ടാവിൻ്റെ പദ്ധതിക്കൊപ്പം നമ്മൾ എത്തിയേ മതിയാകൂ. നോക്കുക,
ഒരു മീനെ പിടിച്ച്, ഒരു മത്സ്യത്തെ പിടിച്ച് നമ്മൾ എത്ര കണ്ട് സ്നേഹിച്ച് കരയിലേക്ക് ഇട്ടാലും മത്സ്യം ചത്തുപോകും. മത്സ്യം കിടന്ന് പെടയും, അവസാനം അത് ചത്തുപോകും. അതിന് ജീവിക്കാൻ പറ്റില്ല. ഒരുപാട് സുരക്ഷിതത്വം നമ്മൾ കൊടുത്താൽ പോലും, ഒരുപാട് മത്സ്യത്തെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ പോലും മത്സ്യത്തിന് ജീവിക്കണമെങ്കിൽ അത് ജലത്തിലേ ജീവിക്കാൻ കഴിയൂ. അതിന് ആ വിധത്തിലുള്ള ഒരു പരിസരം തയ്യാറാക്കിയേ മതിയാകൂ. ഇതുപോലെ തന്നെ മനുഷ്യൻ ജീവിക്കേണ്ടത് ദൈവത്തിലാണ്. ദൈവത്തിൽ ജീവിക്കേണ്ട മനുഷ്യൻ ഏതൊരു സൃഷ്ടവസ്തുവിനെ ചേർത്ത് പിടിച്ചാലും സഹോദരങ്ങളെ നമുക്ക് ആശ്വാസം കിട്ടില്ല. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഉള്ളിൽ അടങ്ങാത്ത ഒരു വിശപ്പുണ്ട്. എത്ര തിന്നിട്ടും തീരാത്ത ഒരു വിശപ്പുണ്ട്. എല്ലാവരുടെയും ഉള്ളിൽ എത്ര കുടിച്ചാലും തീരാത്ത ഒരു ദാഹമുണ്ട്. എങ്കിൽ ഈ ദാഹം മാറ്റാൻ, ഈ വിശപ്പ് മാറ്റാൻ ഞാനും നിങ്ങളും ആരെ അന്വേഷിക്കണം? അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 7:38 കർത്താവ് പറഞ്ഞത്, ഞാനാണ് ജീവൻ്റെ അപ്പം. എന്നിൽ നിന്ന് നിങ്ങൾ വാങ്ങി ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും വിശക്കുകയില്ല. നിങ്ങൾക്കൊരിക്കലും വിശക്കുകയില്ല. ഇതാ കർത്താവ് പറയുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 35-ാമത്തെ തിരുവചനത്തിൽ, നിങ്ങൾ എന്നിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും നിങ്ങൾ എന്നിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും നിങ്ങൾ എൻ്റെ അടുക്കൽ വരികയും ചെയ്താൽ പിന്നെ നിങ്ങൾ ഒരിക്കലും തകർക്കപ്പെടുകയില്ല. നിങ്ങൾ ഒരിക്കലും തകർക്കപ്പെടുകയില്ല. സഹോദരങ്ങളെ, നമ്മുടെ വിശപ്പ് മാറ്റാൻ, നമ്മുടെ ദാഹം മാറ്റാൻ കർത്താവിൻ്റെ പക്കലേക്ക് ചെല്ലണം. കർത്താവിൻ്റെ പക്കലേക്ക് ചെല്ലണം. വില കുറഞ്ഞ കാര്യങ്ങളുടെ പിന്നാലെ പോയാൽ സഹോദരങ്ങളെ നമുക്ക് ശാന്തി കിട്ടില്ല, നമുക്ക് സമാധാനം കിട്ടില്ല. അതുകൊണ്ട് യേശുവിലേക്ക് നമുക്ക് തിരിയാനുള്ള ഒരു മനസ്സും ഹൃദയവും നമുക്ക് രൂപപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഏറെ ശ്രദ്ധേയനായ കത്തോലിക്ക സഭയിലെ ഒരു ദൈവശാസ്ത്രജ്ഞനാണ് കാൾ റാനർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ജർമ്മനിയിലായിരുന്ന സമയത്ത് തൻ്റെ വീടിൻ്റെ മുമ്പിൽ അദ്ദേഹം നല്ല ഒരു വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഉലാത്തുകയാണ്. ഉലാത്തുന്ന നേരത്ത് തൊട്ടടുത്ത വീട്ടിൽ അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നു. ആ സ്ത്രീയുടെ ഒരു കുഞ്ഞ് അവളുടെ സമീപത്തുണ്ട്. തൊട്ടടുത്ത് വളർത്തു പട്ടിയുമുണ്ട്. ഈ കുഞ്ഞ് വാ പൊളിച്ചിങ്ങനെ കരയുന്നത് ഈ ദൈവശാസ്ത്രജ്ഞനായ കാൾ റാനർ ശ്രദ്ധിച്ചു. വാ പൊളിച്ചിങ്ങനെ കരയുന്ന നേരത്ത് ഈ അമ്മ അടുക്കളയിൽ ചെന്ന്, മുറിയിൽ ചെന്ന് ഒരു ചോക്ലേറ്റ് എടുത്തു കൊണ്ടുവരും, കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കും. ഇതാ കുഞ്ഞു വായടയ്ക്കും. പട്ടിയെ എടുത്ത് ഈ അമ്മ നെഞ്ചോട് ചേർത്ത് താലോലിക്കാനായിട്ട് തുടങ്ങും. ഇങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യവും ആ മിഠായി, ആ ചോക്ലേറ്റ് കുഞ്ഞ് കഴിച്ച് മതിയായി കഴിയുമ്പോൾ, അത് തീർന്നു കഴിയുമ്പോൾ കുഞ്ഞ് വീണ്ടും വാ പൊളിച്ച് കരയും. സഹോദരങ്ങളെ, വീണ്ടും ആ സ്ത്രീ പോയി ചോക്ലേറ്റ് എടുക്കും, മടങ്ങി വരും, കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കും, പട്ടിയെ എടുത്ത് താലോലിക്കും. 4-5 പ്രാവശ്യം ഇതേ കാര്യം തുടർന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കാൾ റാനർ തൻ്റെ സ്വകാര്യമായ മുറിയിലേക്ക് പോയി. അദ്ദേഹം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതി, സത്യത്തിൽ ഈ സ്ത്രീ ആ കുഞ്ഞ് കരഞ്ഞ നേരത്ത് എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ആ സ്ത്രീ ചെയ്യേണ്ടിയിരുന്നത് ചോക്ലേറ്റ് കുഞ്ഞിന് കൊടുക്കാമായിരിക്കാം, പക്ഷേ ചോക്ലേറ്റ് കൊടുക്കുന്നതിനൊപ്പം തന്നെ ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കണമായിരുന്നു. പട്ടിക്കുഞ്ഞിനെ മാറ്റിവെച്ച് സ്വന്തം കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കുകയും താരാട്ടുപാട്ട് പാടുകയും കുഞ്ഞിൻ്റെ മൂർധാവിൽ ചുംബിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അമ്മയുടെ സ്നേഹം ആ കുഞ്ഞ് തിരിച്ചറിഞ്ഞേനെ. ആ ദിവസം ഒരിക്കലും ആ കുഞ്ഞ് പിന്നീട് കരയുമായിരുന്നില്ല. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വില കൂടിയ സ്നേഹത്തിന് അതിൻ്റേതായ മൂല്യമുണ്ട്. അത് തിരിച്ചറിഞ്ഞെങ്കിലേ വില കുറഞ്ഞത് നമ്മൾ ഉപേക്ഷിക്കുകയുള്ളൂ, നമുക്ക് മാറ്റിവെക്കാൻ കഴിയുകയുള്ളൂ. വില കൂടിയത് യേശുവിൻ്റെ സ്നേഹമാണ്. ഞാൻ ഓർക്കുന്നു, ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ജീസസ് യൂത്ത് ഫാമിലി സന്ദർശിക്കുകയാണ്. ജീസസ് യൂത്ത് ഫാമിലിയിൽ ഞങ്ങൾ ചെന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, വർത്തമാനം പറയുന്നു. ഏതാനും ജീസസ് യൂത്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹീതരായ യുവതി യുവാക്കൾ അവിടെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടായിരുന്നു. അവർ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ എങ്ങനെ യേശുവിനെ കൊടുക്കണമെന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഈശോ അവരുടെ സംസാര വിഷയമായി ഇങ്ങനെ മാറുന്നു. ഇതിനിടയിൽ ഞാൻ അവരോട് ചോദിച്ചു, അതിലൊരു പെൺകുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ വീക്കെൻഡ് സെലിബ്രേഷൻസ് എങ്ങനെയാണ് നടത്തുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളും വീക്കെൻഡ് സെലിബ്രേഷനിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്, പക്ഷെ ഞങ്ങൾ ഒരിക്കലും മോശപ്പെട്ട വിധത്തിൽ ഡ്രിങ്ക്സ് കഴിക്കാനോ
ഞങ്ങൾ മറ്റ് സംഭാഷണങ്ങളിൽ ഏർപ്പെടാനോ ഒരിക്കലും പോകാറില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ രാജ്യത്ത് അനുവദിക്കപ്പെട്ട ഡ്രിങ്ക്സ് കഴിക്കുന്നില്ല? ആ വിധത്തിൽ നിങ്ങളുടെ സെലിബ്രേഷനെ നിങ്ങൾ പച്ച പിടിപ്പിക്കുന്നില്ല, മോടി പിടിപ്പിക്കുന്നില്ല? ആ പെൺകുട്ടി ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണ് ഡ്രിങ്ക്സ് കഴിക്കുന്നത്? ഒരുപക്ഷെ സന്തോഷം കിട്ടാനല്ലേ? എനിക്ക് അല്ലാതെ തന്നെ സന്തോഷമുണ്ട്. ആ പെൺകുട്ടി പറയുകയാണ്, ഐ ആം ഓൾറെഡി ഇൻടോക്സിക്കേറ്റഡ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. ഞാൻ യേശുവിൻ്റെ സ്പിരിറ്റിൽ ഞാൻ ഓൾറെഡി ഇൻടോക്സിക്കേറ്റഡ് ആണ്. യേശുവിൻ്റെ സ്പിരിറ്റിൽ എനിക്ക് ഒരുപാട് ലഹരി ഇപ്പോൾ തന്നെയുണ്ട്. എങ്കിൽ ഞാൻ പിന്നെ മറ്റ് ലഹരിയുടെ പിന്നാലെ പോകുന്നത് എന്തിനാണ്? മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ മാതാപിതാക്കൾ ലോകത്തിലെ മറ്റ് ഒരുപാട് ലഹരികളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യേശു എന്ന് പറയുന്ന ലഹരി അവരുടെ തലയ്ക്ക് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അവരുടെ ശരീരത്തിലും മനസ്സിലും യേശു എന്നുള്ള ലഹരി വരാത്തത് കൊണ്ട് ലോകത്തിൻ്റെ ലഹരിയുടെ പിന്നാലെ പോകുന്നു. ലോകത്തിലെ ഒരു ലഹരിക്കും നമ്മളെ പരിപൂർണമായി ആശ്വസിപ്പിക്കാൻ കഴിയില്ല, ബലപ്പെടുത്താൻ കഴിയില്ല. ഇതാ, ലോകത്തിൽ ഏറ്റവും മധുരമായ പദാർത്ഥം എന്തായിരിക്കും? അത് തേനായിരിക്കും. എന്നാൽ തേനിനേക്കാൾ മധുരമാണ് കർത്താവിൻ്റെ സ്നേഹം. ലോകത്തിൽ സുന്ദരികളായ വ്യക്തികളുണ്ടായിരിക്കാം, സുന്ദരമായ കാര്യങ്ങളുണ്ടായിരിക്കാം. എന്നാൽ 10,000-ങ്ങളിൽ സുന്ദരനായിട്ടുള്ളവൻ നമ്മുടെ കർത്താവാണ്. ഈ കർത്താവിൻ്റെ സ്നേഹത്തെ എനിക്കും നിങ്ങൾക്കും ചേർത്ത് പിടിക്കാൻ കഴിയുമെങ്കിൽ, സഹോദരങ്ങളെ, ഇതാ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ നമുക്കും പറയാൻ കഴിയും, ഓ കർത്താവേ, അങ്ങയിൽ എത്തുവോളം എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. അങ്ങയിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്. അതേ കർത്താവേ, നിന്നെ ഞാൻ കണ്ടുമുട്ടുന്നു, നിന്നെ ഞാൻ ആശ്ലേഷിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. യേശുവിൻ്റെ സ്നേഹം നമ്മെ ആശ്ലേഷിക്കാൻ നമുക്ക് നമ്മളെ തന്നെ സമ്പൂർണമായി അവിടുത്തെ കരങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉപാസന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ദിവ്യകാരുണ്യ യേശുവേ, ലോകത്തിലെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ ഓരോരുത്തരും. എവിടെയാണ് സുഖവും സന്തോഷവും കിട്ടുന്നത് എന്നന്വേഷിച്ചുകൊണ്ട് ഞങ്ങൾ ഓടി നടക്കാറുണ്ട്. എങ്കിലും എവിടെ പോയാലും ആശ്വാസമോ സന്തോഷമോ അനുഭവിക്കാത്ത ഒരു മനസ്സാണ് ഞങ്ങൾക്കുള്ളത്. ധനം ഞങ്ങൾക്ക് സന്തോഷം തരുന്നില്ല, ഭക്ഷണം ഞങ്ങൾക്ക് സന്തോഷം തരുന്നില്ല, സുഖസൗകര്യങ്ങൾ ഞങ്ങൾക്ക് സന്തോഷം തരുന്നില്ല. അതേ, ഞങ്ങളുടെ കർത്താവ് തന്നെ ഞങ്ങളോട് പറയുന്നു, ലോകത്തിലെ ഒരു കാര്യത്തിനും ആത്യന്തികമായി ഞങ്ങൾക്ക് സന്തോഷം തരുവാൻ കഴിയുകയില്ല. സ്വർഗത്തിലെ പിതാവ് അയച്ച ഏകപുത്രനായ യേശുവിനെ സ്വീകരിക്കുകയല്ലാതെ സന്തോഷത്തിനായി നിൻ്റെ ജീവിതത്തിൽ വേറെ വഴികൾ ഒന്നുമില്ല. അതേ കർത്താവേ, നിന്നിൽ അഭയം തേടുവാൻ, നിന്നെ സമ്പൂർണമായി ആശ്രയിക്കുവാൻ, നിനക്ക് വേണ്ടി ജീവിക്കുവാൻ, നിന്നെ ഏറെ ചേർത്ത് പിടിച്ച് ജീവിക്കുവാൻ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന എല്ലാ ഹൃദയങ്ങളെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട്
തകർന്നും തളർന്നും പോയ ജീവിതങ്ങളെ ബലപ്പെടുത്തുവാൻ സ്വർഗത്തിലെ പിതാവേ, നിന്റെ വലിയ കരുണയും വലിയ സ്നേഹവും നിന്റെ ജനത്തിൻ്റെ മേൽ നീ ഇപ്പോൾ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്നിലൊന്നായി തീർന്നിടുവാൻ നിന്റെ ആത്മാവാൽ നിറയുന്നു ഞാൻ. നിന്റെ വരദാനമൊഴുകിടുവാൻ നിന്റെ തിരുനാമം വിളിക്കുന്നു ഞാൻ. യേശുവേ എൻ ദൈവമേ, യേശുവേ എൻ സ്നേഹമേ, യേശുവേ 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 എൻ നാഥനേ. അതേ കർത്താവെ, ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, യേശുവിനേക്കാൾ വലിയൊരു ദൈവം എനിക്കില്ല, യേശുവിനേക്കാൾ വലിയൊരു സ്നേഹം എനിക്കില്ല, യേശുവിനേക്കാൾ സന്തോഷം തരുന്ന ഒന്നും എനിക്കില്ല, യേശുവിനേക്കാൾ മധുരമുള്ള ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ, യേശുവിനേക്കാൾ സമ്പത്തായ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ഓ കർത്താവെ, നിറഞ്ഞ ഹൃദയത്തോടും നന്ദി നിറഞ്ഞ സ്നേഹത്തോടും കൂടി നിന്നെ ചേർത്ത് പിടിച്ച് ഒരു സമൂഹമായി ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇരു കരങ്ങളും ദിവ്യകാരുണ്യ യേശുവിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി യേശുവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവെ ആരാധന, കർത്താവെ നന്ദി, കർത്താവെ ആരാധന, കർത്താവെ നന്ദി. ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദികൾ അർപ്പിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നും